പതിവിലും കുറച്ച് വൈകിയാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റ് വന്നത്. ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ, ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഇതാ പയ്യെ പയ്യെ പണികളൊക്കെ നടക്കാം. എന്നേലും മുന്നേയാണ് കേട്ടോ ഇപ്പം എൻ്റെ വയറ് കണ്ടോ, സ്ലാബിൻ്റെ മേലെയാണ് ഇപ്പോൾ വയറ് നിൽക്കണേ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്ന് കടന്ന് വാവ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേനും നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന്. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്താ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടൊക്കെ ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്കിന്ന് രാവിലെ ഡ്രസ് വർക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടന്മാരൊക്കെ വരും. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഷീറ്റൊക്കെ മാറ്റിയിട്ടുള്ള അവസ്ഥ. അവർ മറ്റേ ആ സൈഡിൽ വെക്കുന്ന വെള്ളം പോകുന്നതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേ പണി ഒതുങ്ങുമല്ലോ. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ആണല്ലോ, ഉപ്പുമാവിൻ്റെ കൂടെ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ വേഗം പരിപ്പ് ഉപ്പുമാവൊക്കെ ആക്കിയെടുക്കുകയാണ്. പെട്ടെന്ന് പണി കഴിയും ഉപ്പുമാവാണെങ്കിൽ. ഇതാന്ന് പറയുന്ന നേരം കൊണ്ട് ഉണ്ടാക്കി കഴിയും. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾക്ക് കഴിച്ചു തീരാനാണ് ഇച്ചിരി പാട്. അപ്പോൾ തേങ്ങ ഇരണ്ടിത്തരുന്ന എൻ്റെ പുതിയ മെഷീൻ, പുതിയതല്ല പഴയ മെഷീനാണിത്. ഇപ്പോഴാണ് കൂടുതൽ വർക്കിംഗ് കണ്ടീഷൻ ആയതെന്ന് മാത്രം. അങ്ങനെ ദാ ഉപ്പുമാവ് തേങ്ങാപ്പീരൊക്കെ ഇട്ട് സെറ്റാക്കി പരിപ്പ് കറി ആക്കിയെടുത്തു. അതേപോലെ തന്നെ ഒരു 8:30 മണി കഴിഞ്ഞപ്പോഴത്തേനും 9 മണി ആയപ്പോഴത്തേനും നമ്മുടെ പണിക്കാർ ചേട്ടന്മാരെല്ലാം വന്നു. മനുവേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പേർക്കും ചായ എടുത്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഇത്തിരി വയറൊക്കെ വലുതായത് കൊണ്ട് ശ്വാസം എടുക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെയാണ് ഈ സംസാരത്തിൽ ഇടയ്ക്കൊരു കിതപ്പും ഒരു